ഹലോ അപ്പം ഡേ 12 ഓഫ് 40 ഡേ പ്രിപ്പ് സീരീസ്. രാവിലത്തെ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കി, അതിനൊപ്പം ഒരു 10 മുട്ടയും പിരിഞ്ഞി അതൊക്കെ പാക്ക് ചെയ്ത് നേരെ ജിമ്മിൽ പോയി. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോണത് ക്രിയാറ്റും പ്രീ വർക്കൗട്ടും കലക്കി കുടിച്ചു. പിന്നെ നമ്മൾ അൽത്താഫിനെ വർക്കൗട്ട് ചെയ്യാൻ പോണത് ഫസ്റ്റിന് 1 ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. നമ്മൾ മാക്സിമം ലാറ്റ്സ് ബോക്സ് ഫുൾ സ്ട്രെച്ചും ഫുൾ സ്ക്വീസും കൊണ്ട് ചെയ്തു. നമ്മൾ കേബിളിൽ നമ്മൾ പുള്ളോറും എടുത്തു. കൂടുതൽ സൂപ്പർ സെറ്റ് നമ്മൾ റിവേഴ്സ് ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. നമ്മൾ റിവേഴ്സ് ഗ്രിപ്പ് ബാർബൽ റോം അതേപോലെ ചെസ്റ്റ് സപ്പോർട്ട് ഡംബൽ റോം ചെയ്തു. ബൈസെപ്സ് കളിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, ലേറ്റ് ആണ് പെട്ടെന്ന് കളിച്ചു. പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് നമ്മൾ എഗ് കഴിച്ചു. വെയിറ്റ് 64.5 ആയിക്കണ്. നേരെ വീട്ടിൽ പോയി ചിക്കൻ റൈസും കഴിച്ചു, കുറച്ച് മോരും കുടിച്ചു. ഹലോ എവൺ. സോ നമ്മുടെ വീഡിയോസ് കുറച്ച് ലാഗ് ആയിക്കണം. അതാണിപ്പോഴത്തെ ബോഡി കണ്ടീഷന് ഒന്ന് ബൾക്ക് ചെയ്യാനുണ്ട്. വർക്കൗട്ട് മുടങ്ങാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറെ വർക്കൗട്ട് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് നമ്മൾ ബോഡിക്ക് ചെറുതായി വന്നത്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈപ്പോട്രോഫിയാണ്. മാക്സിമം മസിൽ ടെൻഷൻ കൊടുക്കുകയാണ്, മസിലിനെ വലുതാക്കാൻ നോക്കണം. അപ്പൊ അത് നടന്നുകൊടുക്കുന്നുണ്ട്. എന്ന് നമ്മൾ ബാക്കും ബൈസും കളിച്ചു. അപ്പൊ അതിന്റെ പമ്പുണ്ട്, ലൈറ്റ് തന്നെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഫാറ്റ് കുറച്ചുണ്ട് ഇവിടെ. ഫുള്ള് പോയി കഴിഞ്ഞാൽ സൈസ് കുറയും. അപ്പോൾ ഇപ്പോൾ കറന്റ് 63 ഉണ്ട്. 59 താഴത്തേക്ക് പോകാൻ പ്ലാനില്ല. 58 മാക്സിമം. അതിനകത്ത് പോകില്ല. കാരണം സൈസ് വേണം, കണ്ടീഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ലാസ്റ്റ് ചെയ്തപ്പോൾ കണ്ടീഷൻ മാത്രം ഉണ്ടായിരുന്നു, പക്ഷേ സൈസ് ഇല്ലായിരുന്നു. അപ്പോൾ പ്രാവശ്യം സൈസും വേണം, കണ്ടീഷനിങ്ങും വേണം. സെറ്റാവും. ലാസ്റ്റ് പറഞ്ഞാൽ കളിച്ചു ഹോട്ടൽ കളിച്ചിരുന്നു. വെയിറ്റ് മതി. എന്നാലും നമുക്ക് ഇന്ന് ചെറുങ്ങനെ പോകാണ്ട് കുറേ സമയം പോകണം വിചാരിക്കണേ. നമ്മളെ ജൂനിയേഴ്സിന് അടുത്ത് ഞാൻ ഇന്ന് എന്തായാലും വരാൻ പറഞ്ഞു. പോകാൻ കാണാൻ ഇവിടെ സ്ട്രൈറ്റ്സ് കാണാമല്ലോ. അപ്പൊ പോവാം നമുക്ക്. ഓക്കെ, ബൈ ബൈ. ലേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ എത്തിയപ്പോൾ മീലിൽ ഓടാൻ ടൈമായി. 5 എഗ് വൈറ്റ് അതുപോലെ തന്നെ ചക്കരക്കയും കഴിച്ചു. മേലെ കയറി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കുറെയാണ്. ഇഷ്ടപ്പെട്ട കുറെ മീനാളുടെ. ഇപ്പൊ ജിമ്മ് കണ്ടോളി. ജിമ്മല്ല അടിപൊളി ജിമ്മാണ്. നല്ല സ്പേസും മെഷീൻസും അതുപോലെ കാർഡിയോ എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ജിംനാസ്റ്റിക്സ് പഠിപ്പിക്കാൻ സ്പേസ് ആണിത്. അപ്പൊ നമ്മൾ വന്നത് ആഷിക് ലൈഫ് ലൈൻ താനൂർക്കാണ്. ജൂനിയേഴ്സിനെ കാണാൻ വന്നതാണ്, അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വന്നതാണ്. കുട്ടികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്ലിപ്പ്, ഹാൻഡ് സ്റ്റാൻഡ്, അതുപോലെ അക്രോബാറ്റിക് മൂവ്സ് കുറെ കാര്യങ്ങളുണ്ടായി. നമ്മളതൊക്കെ ശരിക്കും അന്തം വിട്ടു. ഇങ്ങനത്തെ സംഭവം പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നത്. ഇങ്ങനെ ആയില്ലെങ്കിൽ കുറച്ച് ബേസിക്സ് പഠിച്ച് നമ്മൾ എന്ത് പഠിക്കാൻ ടൈം എടുക്കും. എന്തായാലും ഹാൻഡ് സ്റ്റാൻഡ് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ ഷോൾഡർ പമ്പായി. പിന്നെ ഞാൻ ജൂനിയേഴ്സ് വൈച്ചാകും കൂടി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, കുറെ ഫോട്ടോസ് എടുത്തു. ഇവിടുത്തെ ലൈറ്റിംഗ് രക്ഷയില്ല. ഫാസിൽ ഇവിടെ അവനും കണ്ടു. ഇപ്പം പോകാൻ ടൈമായി. ഇവിടുത്തെ മെയിനായി ആഷിഖാൻ കണ്ടു സംസാരിച്ചു. എല്ലാവരും കൂടെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. ആഷിഖാൻ ബൈ പറഞ്ഞാണ് നമ്മൾ നേരെ പോയത് വെറൈറ്റി ഫുഡ്സിക്കാണ്. വെറൈറ്റി ഫുഡ്സ് പേര് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് സാധാ ഷവായി കഴിച്ചാണ്. ജൂനിയേഴ്സിനോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. പത്രക്കുള്ളിൽ നിന്ന്. ഓക്കെ, ബൈ.